നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ടുഡേയ്സ് ടേസ്റ്റിലേക്ക് സ്വാഗതം. പുതിയ വിഭവങ്ങൾ എന്താണെന്ന് അറിയാനും പുതിയ അതിഥികൾ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ദിവസവും വെറൈറ്റി ഫുഡ് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, വെറൈറ്റി ഫുഡ് തിരക്കി നമ്മൾ പോകാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ പോകുന്നതിന് പകരം വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന വെറൈറ്റി റെസിപ്പികളാണ് നമ്മൾ ഇന്നും അവതരിപ്പിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ആൾ ആരാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയില്ലേ? ആരാണ്? നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ കുട്ടി ഷെഫ് അനുഷ്കയാണ്. വെൽക്കം അനുഷ്ക ബേബി. താങ്ക് യു. അപ്പം ചക്ര വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് മക്കളെ നമ്മുടെ പ്രേക്ഷകരെല്ലാം പറയണം അനുഷ്കയുടെ ഈസി റെസിപ്പീസ് ഏതാണെന്ന് അറിയുന്നത് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. നമ്മൾ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പർ ഹെൽത്തി ഡിഷാണ്. ആപ്പിൾ സാലഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അനുഷ്ക തന്നെ പറഞ്ഞ പോലെ സൂപ്പർ ഹെൽത്തി ഈസി ആപ്പിൾ സാലഡ് അല്ലേ? ഓക്കെ, ആപ്പിൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആപ്പിൾ തന്നെയാണോ? യെസ്, ആപ്പിൾ തന്നെയാണ്. അപ്പോൾ അനുഷ്ക ഉള്ളത് കായംകുളത്താണ് അല്ലേ? കായംകുളം എന്നുള്ള ഫേമസ് സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈസി റെസിപ്പിയാണ്. ചക്കരെ, ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർ. ആദ്യത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. പിന്നെ കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, പിന്നെ ഒണിയൻ. ഇത് ചോപ്പ് ചെയ്യേണ്ട ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ ഇത് ചോപ്പ് ചെയ്യേണ്ട ജസ്റ്റ് കുറച്ചൊന്ന് വലുതായിട്ടാണ് നമ്മൾ ഒനിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ മല്ലിയില, ഉപ്പ്, കുരുമുളക്, ഹണി നല്ല ഔഷധ ഗുണമുള്ള സംഭവമാണ്. നിങ്ങൾ എന്തായാലും അത് എടുക്കണം. പിന്നെ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തതാണ്. ഓക്കെ, അപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആപ്പിൾ സാലഡ് എന്ന് പേരാകുമ്പോൾ നമുക്കറിയാം ആപ്പിൾ ഉണ്ടാകും, കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, നമ്മുടെ ബിഗ് ഒനിയൻ ഉണ്ട്, കുരുമുളക് പൊടി, പിന്നെന്താ തേന്, നാരങ്ങ നീര്, മല്ലിയില അല്ലേ, ഉപ്പ്, ഇത്രയാണ്. അപ്പം അനുഷ്ക, നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഇതെല്ലാം ചോപ്പ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ പറഞ്ഞ ഇതെല്ലാം ചോപ്പ് ചെയ്യണമെന്ന്. ഇതെല്ലാം നല്ല ചോപ്പ് ചെയ്തെടുക്കണം. ഉള്ളി ചോപ്പ് ചെയ്യണമെന്നില്ല, വലുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി അല്ലേ ഉള്ളി. ഓക്കെ അനുഷ്ക, ഇത് എവിടെ നിന്നാണ് ഈ റെസിപ്പി കിട്ടിയത്? നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ഒരെണ്ണം ദേവി അപ്പച്ചി പറഞ്ഞതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ റെസിപ്പി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് തന്നെയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെടുത്തതും അച്ഛനൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ എടുത്തതാണ്. എല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്തത്. ശരിക്കും പറഞ്ഞാൽ അനുഷ്കയുടെ ഒരു ഫേവറേറ്റ് ബാക്ക് ബോൺ എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അച്ഛൻ ഭയങ്കര പ്രോത്സാഹനമാണ്. അച്ഛൻ്റെ പേരെന്താണ്? ശബരീഷ്. ഓക്കെ, അച്ഛനെയാണോ ഏറ്റവും ഇഷ്ടം? എല്ലാവരും ഇഷ്ടമാണ്. അയ്യടാ, എല്ലാവരും ഇഷ്ടമാണ്. ഓക്കെ, അച്ഛനെ അനുഷ്ക ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അങ്ങനെ ഉണ്ടാക്കി ഞാൻ അങ്ങനെ അച്ഛൻ ഒത്തിരി ഉണ്ടാക്കി കഴിച്ചിട്ടൊന്നുമില്ല. എന്നാലും അനുഷ്ക ഉണ്ടാക്കുന്നതിൽ അച്ഛന് ഇഷ്ടം ആപ്പിൾ സാലഡ് ഇഷ്ടമാണോ? ആപ്പിൾ സാലഡ് ഇഷ്ടമാണ്. അനുഷ്ക, ഞാൻ ചോദിക്കട്ടെ, നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അനുഷ്കയുടെ അമ്മയുടെ അച്ഛൻ്റെ സ്ഥലം കായംകുളം തന്നെയാണ് അല്ലേ? ഓക്കെ, ഇപ്പം അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്താണ് അനുഷ്കയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഒരു വീടുണ്ട്. അവിടെ ചെന്ന് ഞാൻ കളിക്കാനൊക്കെ പോവാറുണ്ട്. അത് അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു അച്ചാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊരു മാസ്റ്റർ പീസ് ആണ്. നമ്മുടെ ഒരു എപ്പിസോഡിൽ കാണിക്കുകയാണ്. നമ്മൾ സസ്പെൻസ് ആണ് അല്ലേ? ഓക്കെ, പിന്നെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താണ്? അവിടെ ആരാ കുക്ക് ചെയ്ത് തരുന്നത്? അവിടെ ഉമ്മിച്ചയാണ്. ഓക്കെ, ഉമ്മിച്ചയോടൊന്ന് പറഞ്ഞു, ഉമ്മിച്ച കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറഞ്ഞേ? ബിരിയാണി. ഉമ്മിച്ച കുക്ക് ചെയ്യുന്നതിൽ അനുഷ്ക കൂട്ടന് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്കും ആ ബിരിയാണി അനുഷ്ക കൂട്ടൻ ഉണ്ടാക്കി തരണം ഉമ്മിച്ചാടെ എന്ന് പഠിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എടുത്തോളൂ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിളാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഓക്കെ, ആപ്പിൾ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ആപ്പിൾ ഉണ്ടാവും? ഇതിപ്പോൾ 1.5. ഓക്കെ, ഒരു 1.5 ആപ്പിളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്യാരറ്റ്. ഓക്കെ, ക്യാരറ്റും ചെറുതായിട്ട് അല്ലേ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ക്യാരറ്റ് ഉണ്ടാവും. ഓക്കെ, 1.5 ആപ്പിൾ എടുത്തു, നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തു, പിന്നെ കുക്കുംബർ. അനുഷ്ക പറഞ്ഞ പോലെ തന്നെ വെരി ഹെൽത്തി സാലഡാണ്. കുക്കുംബർ അരിഞ്ഞതിട്ടു. ഇനി നമുക്ക് തക്കാളി. ഓക്കെ, ഇനി തക്കാളി. അപ്പോൾ ആപ്പിള്, ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒണിയൻ. ബിഗ് ഒണിയൻ ആണ്. അപ്പം നമ്മൾ ബിഗ് ഒനിയൻ ഇട്ടു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തത്? ഇതിൽ ആദ്യം നമ്മൾ ആപ്പിൾ ചേർത്തു, ഓക്കെ, കുക്കുംബർ ചേർത്തു, ക്യാരറ്റ് ചേർത്തു, ബിഗ് ഓണിയൻ ചേർത്തു, പിന്നെ തക്കാളി ചേർത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് പൊടിയാണ് അല്ലേ? കുരുമുളക് പൊടി അവരവരുടെ എരിക്കൊക്കെ അനുസരിച്ച് കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്. ഓക്കെ. ശരിക്കും നിങ്ങൾ കുട്ടികളൊക്കെ ഇത് കാണുമ്പം ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഭയങ്കര ഈസിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ചോപ്പ് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ ഹെൽപ്പ് തേടാവുന്നതാണ് അല്ലേ അനുഷ്ക? ഈ സാലഡ് ഉണ്ടാക്കാൻ ചോപ്പ് ചെയ്ത് അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. ഓക്കെ. അനുഷ്ക കുട്ടി, ഈ നമ്മുടെ കുക്കിംഗ് അല്ലാതെ അനുഷ്കക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്? കുക്കിംഗ്, ഡ്രോയിങ് ഇഷ്ടമാണ്, ക്രാഫ്റ്റ് ഇഷ്ടമാണ്, പിന്നെ പാടുമല്ലോ? പാടാൻ ഇഷ്ടമാണ്. ആ പാട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? ആരാണ് പാട്ട് പഠിപ്പിക്കുന്നത് അനുഷ്കനെ? അമ്പിളി ടീച്ചറാണ്. അമ്പിളി ടീച്ചർ ഇവിടെ കായംകുളത്ത് തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ കായംകുളത്തുള്ള അമ്പിളി ടീച്ചറാണ് അനുഷ്കനെ പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അനുഷ്കയുടെ ഫേവറേറ്റ് ബിരിയാണി ഉണ്ടാക്കുന്ന ഉമ്മിച്ചയ്ക്കും അച്ഛനും അനുഷ്ക ടീച്ചറിനും ഒക്കെ വേണ്ടി ഒരു പാട്ട് പാടിക്കേ. തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. അടിപൊളിയായിട്ട് പാടിയല്ലോ. അപ്പോൾ കുക്ക് ചെയ്യും, ഡ്രോ ചെയ്യും, ക്രാഫ്റ്റ് ഇഷ്ടമാണ്, വയലിൻ വായിക്കും അല്ലേ? വയലിൻ ഇപ്പോൾ ഞങ്ങൾക്ക് കുക്കിങ്ങിനിടെ വായിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ ബാക്കിൽ തന്നെ ഇരിപ്പുണ്ട് അനുഷ്കക്കുട്ടൻ്റെ വയലിൻ ഇല്ലേ? ഇതെൻ്റെ അച്ഛൻ്റെ വയലിനും എൻ്റെ ബോയോ. ഓ, അച്ഛൻ്റെ വയലിനും എൻ്റെ ബോയോ ആണ്. അപ്പം അച്ഛനും വയലിൻ പഠിക്കുന്നുണ്ട്. അച്ഛനും മോക്കും ഏകദേശം ഒരേ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു എല്ലാത്തിനും അല്ലേ? അച്ഛനും പാടുമോ? പാടും. അപ്പം നമ്മളിത് ഏകദേശം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചേർക്കണ്ടേ? ഇനി നമുക്ക് നാരങ്ങാനീര് ചേർക്കാം. ഓക്കെ. ഇത് എത്ര? ഒരു വലിയ നാരങ്ങയുടെ നീരുണ്ടാവുമോ? ഓക്കെ, അത് ആവശ്യത്തിന് മതി തോന്നുന്നു അല്ലേ? ഞാൻ 2 ടീസ്പൂണാണ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ സ്കൂളിൽ പോവായിരുന്നെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്തായിരുന്നു? ഹംറയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അനുഷ്കയുടെ സാലഡ്സ് ഒക്കെ ഇല്ലേ? ഇല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് കാണിക്കാറുണ്ടല്ലോ ഫ്രണ്ട്സിനെ. അപ്പോൾ പെട്ടെന്ന് സ്കൂളൊക്കെ തുറക്കട്ടെ. മിസ് ചെയ്യുന്നുണ്ടോ സ്കൂളും ടീച്ചേഴ്സിനെയൊക്കെ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഏകദേശം ഇതിനകത്തായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഹണിയാണ്. ഹണി എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം? ഔഷധ ഗുണമുള്ള. ഹണി ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഹണി. അപ്പം നമ്മൾ ഹണി എടുത്ത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള സംഭവമാണ്. കാരണം നല്ല മധുരമുണ്ട് അല്ലേ? നല്ല മധുരമുണ്ട്, ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചിരിക്കണോ അനുഷ്ക? അതോ അപ്പം തന്നെ നമുക്ക് കഴിക്കാമോ? എങ്ങനെയാണ്? കുറച്ച് നേരം, ഇച്ചിരി നേരം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറഞ്ഞ് എന്തൊക്കെയാണ് നമ്മൾ ചേർത്തത്? ആദ്യം നമ്മൾ ചേർത്തത് ആപ്പിൾ, തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്, ബിഗ് ഓണിയൻ, പിന്നെ നാരങ്ങാനീര്, തേന്, ഉപ്പ്, മല്ലിയില, കുരുമുളക് പൊടി. മിടുക്കി, എത്രയും കാണാൻ കണ്ടോ? എപ്പോഴും അനുഷ്ക ഉണ്ടാക്കി നോക്കുന്നത് ഈസി ആയിട്ട് അനുഷ്കയ്ക്ക് പറയാൻ പറ്റും. ഇനി ആൻറ്റിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നെ. ഇത് ശരിക്കും ഭയങ്കര ഹെൽത്തിയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സും പൈനാപ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ ആഡ് ചെയ്യാമെന്ന് തോന്നുന്നില്ല. അനുഷ്കയുടെ ആപ്പിൾസ് എല്ലാം ആൻറ്റി എടുക്കുകയാണ് സ്പൂണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളുള്ളത് ആപ്പിളുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? മല്ലിയിലയുണ്ട്, നമ്മുടെ ഒനിയൻ ഉണ്ട്, ലേശം കുരുമുളക് പൊടി, തേനൊക്കെ ചേർത്തുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിക്കാം. ഈസിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം, അനുഷ്കക്കുട്ടനോട് പറയണം അല്ലേ? ഇത് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ഷാർട്ടൊക്കെ കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റ് ഇല്ലേ? ഇത് ശരിക്കും നോർത്തി മല്ലിയിലൊക്കെ വന്നിട്ട് ആ ഒരു രുചിയാണ് ഇതിനുള്ളത്. നമ്മൾ നാടൻ സാലഡ് പോലെയല്ല, ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയിട്ട് പറയാം ചാട്ട് കഴിക്കുന്ന ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പൈനാപ്പിൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിളൊക്കെ ചേർക്കാൻ പറ്റും. എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പം നമുക്ക് റോ ആയിട്ട് ചേർക്കാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ എല്ലാവരും അനുഷ്കയുടെ ഈസി ആപ്പിൾ സാലഡ് ട്രൈ ചെയ്ത് നോക്കണം, ഇതിൽ അറിയിക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും അനുഷ്ക പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ ആപ്പിൾ സാലഡ് ട്രൈ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ അറിയിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അനുഷ്ക കുട്ടീനെ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം.
ടാറ്റ ബൈ.